ഇത് ഒരു മാസത്തോളം ഞാൻ യൂസ് ചെയ്തു. ഇത് തീർന്നു. ഇത് കാലിയായ ടിന്നാണ്. ഒരു മാസത്തോളം ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ റിവ്യൂ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ആക്നെ പ്രോൺ സ്കിന്നാണ്, സെൻസിറ്റീവ് സ്കിന്നാണ്, ഓയിലി സ്കിന്നാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞൊന്നും പറഞ്ഞ് എല്ലാവർക്കും ഇതിപ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം എന്നില്ല. പിന്നെ സൺ ടാൻ കുറയ്ക്കും എന്നൊക്കെയാണ് ഇത് പറയുന്നത്. സൺ ടാൻ എത്രത്തോളം കുറയ്ക്കും ചോദിച്ചാൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റിവ്യൂ വീഡിയോ കേട്ടോ. ഒരു ഫേസ് വാഷിൻ്റെ റിവ്യൂ ആണ്. ഞാൻ എൻ്റെ സ്കിന്നിൽ ഒരു മാസത്തോളം യൂസ് ചെയ്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്, പ്രൊമോഷനൊന്നുമല്ല, ഒരു മാസത്തോളം യൂസ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഈ ഒരു ട്യൂബ് ഫുള്ള് യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ റിവ്യൂ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് അക്വാലോജിക്കയുടെ ഡീറ്റാൻ സ്മൂത്തി ഫേസ് വാഷ് ആട്ടോ. എൻ്റെത് ഓയിലി സ്കിന്നാണ്, ആക്നെ പ്രോൺ സ്കിന്നാണ്, സെൻസിറ്റീവ് സ്കിന്നാണ്. എൻ്റെ സ്കിന്നിൽ ഇത് യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് വേറെ ഇറിറ്റേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ചില ഫേസ് വാഷുകൾ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൂടുതലായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ല. എന്നാൽ ഒരുപാട് ഇത് ഡ്രൈ ആക്കുന്നുമില്ല. അങ്ങനെ സ്കിന്നിന് ഇറിറ്റേഷൻ വരുന്ന പോലെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ ഇത് യൂസ് ചെയ്തിട്ട്. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞൊന്നും പറഞ്ഞ് എല്ലാവർക്കും ഇതിപ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം എന്നില്ല. ഓരോരുത്തരുടെ സ്കിന്നും ഡിഫറെൻ്റ് ആണ്. അപ്പം പലർക്കും പല തരത്തിലായിരിക്കും. എന്തൊരു സാധനം യൂസ് ചെയ്യുമ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, എന്നാലും ഒന്നും കൂടെ പറയുകയാണ്, പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ആദ്യമേ ഒരു കുറഞ്ഞ അളവിൽ മാത്രം എന്തൊരു സാധനമാണെങ്കിലും യൂസ് ചെയ്യുക. അപ്പം എന്തെങ്കിലും എഫക്റ്റ് വന്നാൽ നമുക്ക് അത്രയും അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായത്തിൽ കോമ്പിനേഷൻ ടു ഓയിലി സ്കിന്നുകാർക്കായിരിക്കും ഈ ഒരു ഫേസ് വാഷ് നല്ലപോലെ സ്യൂട്ടബിൾ ആവുന്നത്. ഡ്രൈ സ്കിന്നുകാർക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഹൈഡ്രേഷൻ്റെ ആവശ്യമുണ്ട്. അത്രയും ഇത് ഹൈഡ്രേറ്റഡ് ആക്കുമെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് കോമ്പിനേഷൻ ടു ഓയിലി സ്കിന്നുകാർ ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി പറയാനുള്ളത് ഈ ഒരു ഫേസ് വാഷിൻ്റെ മെയിൻ കണ്ടന്റുകളാട്ടോ. ഇതിനകത്ത് വരുന്ന മെയിൻ കണ്ടന്റുകൾ ടൊമാറ്റോ ചെറിയും ഗ്ലൈക്കോളിക് ആസിഡും. ഈ ടൊമാറ്റോ ചെറിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. വൈറ്റമിൻ സി, പൊട്ടാസ്യം പോലെയുള്ളതൊക്കെ. അപ്പോൾ ഇത് സൺ ഡാമേജിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. വരുന്നത് ഗ്ലൈക്കോളിക് ആസിഡ് ആട്ടോ. ഗ്ലൈക്കോളിക് ആസിഡ് സ്കിൻ എക്സ്ഫോലിയേറ്റ് ചെയ്യാനും ആൻറ്റി ഏജിങ്ങിനും ആക്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും പിന്നെ സ്കിൻ ബ്രൈറ്റ് ആക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഗ്ലൈക്കോളിക് ആസിഡ്. ഇത് രണ്ടുമാണ് ഈ ഒരു ഫേസ് വാഷിൻ്റെ മെയിൻ ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ്. പിന്നെ സൺ ടാൻ കുറയ്ക്കും എന്നൊക്കെയാണ് ഇത് പറയുന്നത്. സൺ ടാൻ എത്രത്തോളം കുറയ്ക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യൊന്നും ചെയ്യരുത്. ഒരുപാട് സൺ ടാൻ ഉള്ളവർക്ക് ഇത് തേച്ചിട്ട് സൺ ടാൻ മാറ്റാം അങ്ങനെയൊന്നും വിചാരിക്കരുത്. എന്നാലും കുഴപ്പമില്ല, ഒന്ന് സ്കിൻ ബ്രൈറ്റ് ആക്കാനൊക്കെ നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് നമുക്ക് സ്കിന്നിൽ ഫീൽ ചെയ്യും. നിങ്ങളുടെ അതൊരു ഓയിലി സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും നിങ്ങൾ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ നിങ്ങൾ സ്കിന്നിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇതാട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി. ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആട്ടോ ഇത്. 100 ml ഫേസ് വാഷിന് 243 രൂപയാട്ടോ റേറ്റ് വരുന്നത്. നമുക്ക് ഓൺലൈൻ മേടിക്കുമ്പം അതിലും കുറഞ്ഞ റേറ്റിൽ നമുക്ക് കിട്ടും. ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ഓയിലി സ്കിന്ന്, സെൻസിറ്റീവ് സ്കിന്ന്, ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ഹെയർ കെയർ വീഡിയോസും റിവ്യൂ വീഡിയോസും ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇതൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക.